ബൈര, എൻ്റെ പൂജാരി. കെന്നത്ത് ആൻഡേഴ്സന്റെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണ് ബൈര എന്ന പൂജാരിയുടെ കഥ. അദ്ദേഹത്തിന്റെ കഥകളിൽ പതിവായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ള ചില ആളുകളുണ്ട്. ബൈര, രംഗ, സൗരി, അങ്ങനെ തുടങ്ങി പലരും. അവരുടെ കഴിവുകളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ആ അത്ഭുതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവൻ വെറും ഒരു ലങ്കോട്ടി മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. തുടകൾക്കിടയിലൂടെ കടന്നു പോകുന്ന 3 ഇഞ്ച് വീതിയുള്ള ഒരു തുണിക്കഷ്ണമാണിത്. നമ്മുടെ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ കോണാൻ. അരക്കെട്ടിലുള്ള ചെളി പിടിച്ച കെട്ടുകളുള്ള ഒരു അരഞ്ഞാണ ചരടിൽ മുന്നിലും പിന്നിലുമായിട്ട് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. എങ്കിലും അവൻ തികച്ചും ഒരു മാന്യനായിരുന്നു. അതെ, അവൻ ഇപ്പോഴും എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ബൈരയെ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ 25 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. ആ കൂടിക്കാഴ്ച ഉണ്ടായത് എങ്ങനെയാണ്? മുത്തൂരിലെ ചെറിയ ഫോറസ്റ്റ് ബംഗ്ലാവിനെ വലയം ചെയ്തു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിൽ കിഴക്കൻ ആകാശത്തെ ഉദയസൂര്യൻ വെണ്മയാർന്ന വെളിച്ചം പ്രകാശിപ്പിച്ചു. മുത്തൂർ മലയിലെ ഉയരമുള്ള കുന്നിന്റെ താഴ്വരയിലാണ് ഈ ഫോറസ്റ്റ് ബംഗ്ലാവ്. ഈ വലിയ കുന്നുകൾ ചിനാർ നദി എന്ന് വിളിക്കപ്പെടുന്ന വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കാട്ടുതോടിന്റെ ഗതി തന്നെ മാറ്റുവാൻ കാരണമായതാണ്. കാട്ടിലൂടെയുള്ള നദിയുടെ യാത്രയുടെ അവസാനത്തെ 7 മൈൽ കടന്നു പോകുന്നത് തെക്കു ഭാഗത്തെ വലിയ വളവിലുള്ള ഇടതൂർന്ന കാട്ടിലൂടെയാണ്. അതിനു മുൻപ് ഈ വനം ഹൊഗനക്കല്ലിലെ പാറകൾ നിറഞ്ഞ കാവേരി നദിക്ക് അതിരൊന്നോണം വന്നു ചേരും. അന്നൊരു മധ്യവേനൽക്കാലമാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ചിനാർ നദി പൂർണ്ണമായിട്ടും വറ്റി വരണ്ടിരിക്കും. ഞാൻ അന്ന് നേരത്തെ തന്നെ പുറത്തിറങ്ങി. ഒരു കരടിയെ പേടിപ്പിക്കാമെന്ന പ്രതീക്ഷയോടെ ചിനാറിന്റെ സ്വർണ്ണ മണലിലൂടെ നിശബ്ദമായിട്ട് ചുവടുകൾ വെച്ചു. വർഷത്തിലെ ആ സമയത്ത് ധാരാളം കരടികൾ നദിയുടെ തീരത്ത് വരാറുണ്ട്. ചവർപ്പും മധുരവുമുള്ള പർപ്പിൾ നിറത്തിലുള്ള ഞാറപ്പഴം അവിടെ സമൃദ്ധമായിട്ട് വളർന്നു നിന്നിരുന്നു. അഥവാ കരടിയെ കണ്ടുമുട്ടിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം പോയ രാത്രി മുഴുവൻ നടത്തിയ നീണ്ട വേട്ടയ്ക്ക് ശേഷം തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങുന്ന ഏതെങ്കിലും ഒരു പുള്ളിപ്പുലിയെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ മൃഗങ്ങൾ നദി മുറിച്ചു കടക്കുവാൻ സാധ്യതയുള്ള സ്ഥലവും നോക്കി നദീതീരത്തെ അടിക്കാടുകൾക്കിടയിലൂടെ പതുങ്ങി സഞ്ചരിക്കുമെന്ന് എനിക്കറിയാം. മാൻ, മ്ലാവ്, കാട്ടാട്, അതുപോലെ മനോഹരമായ പുള്ളിമാനുകൾ, അങ്ങനെ തുടങ്ങിയ ജീവികൾ ആ പഴയ കാലത്ത് വഴിയിലെങ്ങും സമൃദ്ധമായിരുന്നു. പക്ഷെ അന്ന് രാവിലെ ഞാൻ കണ്ടെത്തിയ ജീവി മേൽ പറഞ്ഞവരെ പോലെ അത്ര ഭംഗിയുള്ള ഒന്നായിരുന്നില്ല. ഞാൻ ബംഗ്ലാവിൽ നിന്നും 1 മൈലോളം ദൂരം മുൻപോട്ട് പോയിരുന്നു. കാട്ടുകോഴിയുടെ കരച്ചിലും പെൺമയിലിന്റെ നിലവിളികളും പ്രഭാതം വിടരും മുൻപേ ഉയരുവാൻ തുടങ്ങിയിരുന്നു. പുലരിയുടെ മങ്ങിയ വെളിച്ചം അതിവേഗം തെളിഞ്ഞു വരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടതുവശത്ത് അരുവിക്കരയിൽ വളർന്നു നിൽക്കുന്ന മൈലാഞ്ചി കുറ്റിക്കാട്ടിൽ നിന്നും മങ്ങിയതും എന്നാൽ ഇന്നേ വരെ കേൾക്കാത്തതുമായ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിരികിരാ ശബ്ദം ഞാൻ വ്യക്തമായിട്ടും കേട്ടു. അന്ന് ഞാൻ ടോർച്ച് എടുത്തിരുന്നില്ല. വളരെ കരുതലോടെ 10 അടിയോളം അകലെ മൈലാഞ്ചിന്റെ അടുത്തെത്തി നിന്നു. അപ്പോൾ എനിക്ക് തൊട്ടു മുൻപിൽ ഏകദേശം 3 അടി വ്യാസവും തുല്യ ആഴവുമുള്ള ഒരു വലിയ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ 1 അടിയോളം വെള്ളം ഉണങ്ങിയ മണലിലൂടെ ഊറി വന്നിരുന്നു. ദാഹിച്ചു വലഞ്ഞ മാനുകളെ ആകർഷിക്കുവാനായി ഒരു വേട്ടക്കാരനൊരുക്കിയ കെണിയാണിതെന്ന് എനിക്കറിയാം. മറഞ്ഞിരിക്കുന്ന ഒരു ശിക്കാരിയുടെ മസിൽ ഓർഡറിൽ നിന്നും കൃത്യതയോടെ പുറപ്പെടുന്ന ഒരു വെടിയുണ്ടയോ അല്ലെങ്കിൽ വെടിച്ചില്ലുകളോ അവയുടെ ജീവൻ അവസാനിപ്പിക്കും. ഞാൻ കേട്ട ആ കിരികിരാ ശബ്ദം നിസ്സംശയമായിട്ടും ഒരു വേട്ടക്കാരൻ ഉണ്ടാക്കിയതാണ്. ഒരു പക്ഷേ എന്നെ കണ്ടതുകൊണ്ട് ഉൾവലിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും നീണ്ട ജാഗ്രതയ്ക്ക് ശേഷം ഉറക്കത്തിൽ നിന്നും ശ്രദ്ധയില്ലാതെ എഴുന്നേറ്റപ്പോഴോ ഉണ്ടായതായിരിക്കാം. ഞാൻ മൈലാഞ്ചി കാട്ടിലേക്ക് നോക്കി ഉച്ചത്തിൽ പുറത്തേക്ക് വരൂ അല്ലെങ്കിൽ ഞാൻ വെടിവെക്കുമെന്ന് തമിഴിൽ വിളിച്ചു പറഞ്ഞു. ആദ്യമൊന്നും മറുപടി ലഭിച്ചില്ല. അതോടെ ഏതാനും ചുവടുകൾ കൂടി മുൻപോട്ട് നടന്നു. അപ്പോഴൊരു ചെറിയ രൂപം അടിക്കാട്ടിൽ നിന്നും എഴുന്നേറ്റ് ആറ്റുമണലിലൂടെ മുൻപോട്ട് വന്നു. എൻ്റെ മുൻപിൽ വന്ന ആ മനുഷ്യൻ സാഷ്ടാംഗം പ്രണമിച്ചു. 3 തവണ വ്യത്യസ്ത അഭിവാദ്യങ്ങളുടെ അകമ്പടിയോടെ അയാൾ നെറ്റി നിലത്ത് മുട്ടിച്ചു. ഞാൻ അവനോട് എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ആജ്ഞാപിച്ചു. പിന്നെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. നീ ആരാണ്? ബൈര, ഒരു പൂജാരിയാണെന്ന ലളിതമായിട്ടുള്ള ഉത്തരവും വന്നു. നിന്റെ തോക്കെവിടെ? ഞാൻ ചോദിച്ചു. തോക്കോ? എന്തു തോക്ക്? എന്നെപ്പോലെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യന് എങ്ങനെ തോക്ക് കൈവശം വയ്ക്കുവാനാവും? എനിക്ക് വെടിവയ്ക്കുവാൻ പോലും അറിയില്ല യജമാനനെ. ഞാനൊരു യാത്രക്കാരനാണ്. ഇന്നലെ രാത്രി വഴിതെറ്റി വളരെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് ഈ കുറ്റിക്കാട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ബഹുമാനിനെ നിങ്ങളിപ്പോൾ വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. എന്നോട് നിങ്ങൾ തോക്ക് ആവശ്യപ്പെടുകയാണോ? അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ഇന്നേ വരെ കണ്ടിട്ട് പോലുമില്ല. നീ കണ്ടിട്ടില്ലല്ലേ? അതെടുത്ത് ഇവിടെ കൊണ്ടുവരിക, ഞാൻ കൽപ്പിച്ചു. അവൻ കുറച്ച് നിമിഷങ്ങൾ മടിച്ചു നിന്നു. എന്നിട്ട് കുനിഞ്ഞ് മൈലാഞ്ചിക്കാടിൻ്റെ ഉള്ളിൽ നിന്നും വളരെ പുരാതനമായ ഒരു മാച്ചിലോക്ക് തോക്ക് എടുത്തുകൊണ്ടുവന്നു. അതിന് ഏതാനും വാരയോളം നീളവും അതിൻ്റെ വിശാലമായ ബട്ടിന് 3 ഇഞ്ചോളം വീതിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്
ഞാൻ ബൈര എന്ന പൂജാരിയെ, അതായത് 25 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന എൻ്റെ സൗഹൃദത്തെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. കാടിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിയാവുന്നതെല്ലാം ഏറ്റവും അധികം എന്നെ പഠിപ്പിച്ചത് അവനാണ്. വനത്തിൻ്റെ വന്യതയും അവിടെ പുലർത്തേണ്ട ശ്രദ്ധയും അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെക്കുറിച്ചും അതോടൊപ്പം എനിക്ക് പ്രിയപ്പെട്ടതും അതിശയകരമായ ജന്തുജാലങ്ങളെക്കുറിച്ചും അങ്ങനെ തുടങ്ങി എന്നു വേണ്ട, എനിക്കറിയാവുന്ന എല്ലാ അറിവിനും ഏക കാരണം ബൈരയാണ്. ആട്ടെ, നീ എന്തിനെയാണ് വെടിവെച്ചത്? ഞാൻ അവനോട് ചോദിച്ചു. ഒന്നുമില്ല, അവൻ മറുപടി പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു മൃഗവും ഈ വെള്ളത്തിലേക്ക് വന്നിട്ടില്ല. നുണ പറയരുത്, നീ എന്തിനെയാണ് ഷൂട്ട് ചെയ്തത്? ഞാൻ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ഒടുവിൽ എന്നോട് പിന്നാലെ വരുവാൻ പറഞ്ഞുകൊണ്ട് അയാൾ ആറിൻ്റെ എതിർക്കരയിലേക്ക് കോണോട് കോണെന്നോളം മുകളിലേക്ക് നടന്നു. അപ്പോൾ ദൂരെയായിട്ട് ആറ്റുമണലിൽ ഇരുണ്ടതെന്തോ കൂമ്പാരം പോലെ കിടക്കുന്നത് ഞാൻ കണ്ടു. അടുത്തെത്തിയപ്പോൾ അതൊരു പെൺമ്ലാവാണെന്ന് മനസ്സിലായി. അവളുടെ കഴുത്തിൽ ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു. അതിൽ നിന്നും രക്തം ഒഴുകി വെളുത്ത മണലിൽ രക്തക്കറ പരന്നിരുന്നു. ഞാൻ കടുത്ത ദേഷ്യത്തോടെ ബൈരയെ നോക്കി. യജമാനനെ, നമുക്ക് വിശക്കുന്നുണ്ട്, അവൻ ശാന്തനായിട്ട് പറഞ്ഞു. വേട്ടയാടിയില്ലെങ്കിൽ നമുക്ക് കഴിക്കുവാനായിട്ട് ഒന്നുമില്ല. നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക്. അയാൾ അർത്തോക്തിയിൽ നിർത്തി. ഏതാനും വാര അകലെയുള്ള മണലിൽ കുത്തിയിരുന്ന് ഞാൻ ബൈരയോട് എൻ്റെ അരികിലേക്ക് ഇരിക്കുവാനായിട്ട് ക്ഷണിച്ചു. പിന്നെ എൻ്റെ സഞ്ചിയിൽ നിന്നും പൈപ്പിലെ പുകയില അയാൾക്ക് കൂട്ടിക്കൊടുത്തു. എന്നിൽ നിന്നും കൈപ്പത്തിയിലേക്ക് പൈപ്പിൽ നിന്നും ചൊരിഞ്ഞ പുകയില അയാൾ ആദരവോടെ ഏറ്റുവാങ്ങി. അവനത് സംശയത്തോടെ ഒന്ന് മണത്തു നോക്കി. അപ്പോഴവൻ്റെ മുഖം വളരെ സംതൃപ്തവും പ്രസന്നവുമായി. തല പിന്നിലേക്ക് മടക്കി അയാളത് വായിലേക്കിട്ടു. അടുത്ത ഏതാനും മിനിറ്റുകൾ അവൻ നിശബ്ദമായിട്ട് ചെലവഴിച്ചു. ബൈര എൻ്റെ പുകയില ചവയ്ക്കുന്ന തിരക്കിലായിരുന്നു. എൻ്റെ തോക്കിൻ്റെ കാര്യം യജമാനൻ ഫോറസ്റ്റ് ഗാർഡിനോട് പറയില്ലല്ലേ? അവൻ ദയനീയമായിട്ട് എന്നെ നോക്കി. എൻ്റെ ഏക ജീവിത മാർഗമാണിത്. ഗാർഡ് അറിഞ്ഞാൽ അവൻ വന്നത് കൊണ്ടുപോകും. കൂടാതെ എന്നെ ജയിലിലേക്ക് അയക്കും. അതോടെ എൻ്റെ ഭാര്യയും 4 കുട്ടികളും പട്ടിണിയാവും, ബൈര പറഞ്ഞു. ഈ പ്രസ്താവന എന്നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കി. ഒരു ഫോറസ്റ്റ് ലൈസൻസ് ഉടമ എന്ന നിലയിൽ എനിക്ക് ചില കടമകളുണ്ട്. അതിലൊന്ന് വേട്ടക്കാരെ കണ്ടുകിട്ടിയാൽ എത്രയും വേഗം അവരെ അധികാരികൾക്ക് കൈമാറുക എന്നതാണ്. ലൈസൻസിലെ നിബന്ധനകൾ പ്രകാരം അത്തരം വ്യക്തികളെ കണ്ടുമുട്ടിയാൽ അവരെ അറസ്റ്റ് ചെയ്യുവാനും എനിക്ക് അധികാരമുണ്ട്. മാത്രവുമല്ല, കൊടും വേനൽ മാസങ്ങളിൽ കടുത്ത ദാഹം അകറ്റുവാനായിട്ട് വന്ന പെൺമാനികളെ അധാർമികമായ രീതിയിൽ വേട്ടയാടി കശാപ്പ് ചെയ്യുന്ന ഈ തെമ്മാടിയോട് ഒരു സഹതാപവും കാണിക്കരുത് എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ടും ഈ ചെറിയ മനുഷ്യനിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന എന്തോ ഒന്നുണ്ടെന്ന് എനിക്കപ്പോൾ തോന്നി. ഞങ്ങളുടെ പരിചയപ്പെടലിന് ശേഷം അവനിപ്പോൾ എൻ്റെ മേലുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കാം. അല്ലെങ്കിൽ വീര്യം കൂടിയ പുകയില നൽകിയതുകൊണ്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാവാം അവനിത് എന്നോട് ധൈര്യസമേതം ആവശ്യപ്പെടുന്നത്. ഞാൻ അവൻ്റെ ചോദ്യത്തിന് യാതൊരു ഉത്തരവും കൊടുത്തില്ല. മറിച്ച് അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വീടുകളില്ല, കുടിലുകളില്ല, വയലുകളും ഇല്ല, അയാൾ പറഞ്ഞു. തേനീച്ച കൂടുകൾ തേടി ഞങ്ങൾ ദിവസം മുഴുവനും കാട്ടിലൂടെ അലയും. ഒരെണ്ണം കണ്ടെത്തിയാൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങൾ ശേഖരിക്കുന്ന വിലയേറിയ തേൻ 7 മൈൽ അകലെയുള്ള പെന്നഗ്രാം ഗ്രാമത്തിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. ഒരു ചെറിയ പാത്രം തേനിന് ഞങ്ങൾക്ക് 1 രൂപ കിട്ടും. ഇതുപയോഗിച്ച് ഞങ്ങൾ റാഗി വാങ്ങും. അത് ചിലപ്പോൾ 4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ആഹരിക്കുവാനായിട്ട് കാണുമായിരിക്കും. തേൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഒരു ഉടുമ്പിനെ കിട്ടാറുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഉടുമ്പിൻ്റെ ഇറച്ചി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉടുമ്പിൻ്റെ മാംസം ഞങ്ങൾ കഴിക്കും. എന്നാൽ അതിൻ്റെ വാല് മാത്രം പെന്നഗ്രാമിലെ നാട്ടുവൈദ്യന് വിൽക്കും. ഈ നാട്ടുവൈദ്യൻ ഒരു അത്ഭുത മനുഷ്യനാണ്. അവൻ ആ വാൽ പാകം ചെയ്ത് അതിൽ എന്തോ വിചിത്രമായ മരുന്ന് കലർത്തും. എന്നിട്ട് അത് മുഴുവനും ഇടിച്ച് ചതച്ചുണക്കി നല്ല പൊടിയാക്കും. പിന്നെ അത് പേപ്പർ പാക്കറ്റുകളിൽ നിറച്ച് ഒരു പാക്കറ്റിന് 8 അണ എന്ന തോതിൽ വിൽക്കും. ഈ പാക്കറ്റുകൾ വാങ്ങുവാനായിട്ട് നിരവധി ആളുകളുണ്ട്. കാരണം അവ വളരെ ഫലപ്രദമാണ്. ഒരു പുരുഷൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഇടതു തോളിൽ ഈ പൊടി ഒരു നുള്ളു വിതറിയാൽ മതി, അവൾക്ക് പിന്നെ അവനെ എതിർക്കുവാനായിട്ട് കഴിയില്ല, ബൈര പറഞ്ഞു. അവൻ എന്നെ നോക്കി വീണ്ടും പറഞ്ഞു. യജമാനനെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? ആ സ്ത്രീയുടെ ഹൃദയം കവർന്നെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഞാൻ ഈ വയറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ പൊടിയിൽ കുറച്ച് സൗജന്യമായിട്ട് വാങ്ങിച്ചു തരാം. അവൻ എൻ്റെ വലിയ സുഹൃത്താണ്. കൂടാതെ ഉടുമ്പിൻ്റെ വാലുകൾ തുടർച്ചയായിട്ട് കിട്ടുവാനായിട്ട് അവൻ എന്നെയാണ് ആശ്രയിക്കുന്നത്. അതിൽ നിന്നും അല്പമെടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മേം സാഹിബിൻ്റെ ഇടതു തോളിൽ കുറച്ചൊന്ന് തൂളിയാൽ മതി. അവർ പിന്നെ എന്നേക്കും നിങ്ങളുടേതാണ്. അവൻ ശബ്ദം താഴ്ത്തി രഹസ്യം പറയും പോലെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത്. എനിക്ക് നിലവിൽ യാതൊരു പ്രണയവും ഇല്ലെന്നും അതുകൊണ്ട് ഉടുമ്പിൻ്റെ വാലുകൾ വേണ്ടെന്നും ഞാൻ അവനോട് കർശനമായിട്ട് പറഞ്ഞു. പിന്നെ അവനെക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് ആവശ്യപ്പെട്ടു. ചില സമയങ്ങളിൽ വിശക്കുമ്പോൾ ഞങ്ങൾ കാട്ടുചേനയുടെ വേരുകൾ കുഴിച്ചെടുക്കും. ഈ ഭാഗങ്ങളിൽ വള്ളിച്ചെടിയായിട്ട് അത് വളർന്നു നിൽപ്പുണ്ട്. നീണ്ടു നിൽക്കുന്ന 3 ഇലകൾ ഇതിനുണ്ട്. ഈ ചേനയുടെ വേരുകൾ തീയിൽ ചുട്ടെടുത്ത് ഉപ്പ് വെള്ളവും കറിവേപ്പിലയും ചേർത്ത് പുഴുങ്ങും. അത് വളരെ രുചികരവും കഴിക്കുവാനായിട്ട് വളരെ നല്ലതുമാണ്.
രാത്രിയിൽ ഞാനും ഭാര്യയും മക്കളും ഉറങ്ങുന്നത് ചിനാർ നദിയുടെ ഒരു ചെറിയ കൈവഴിയായിട്ടുള്ള ആനൈബിദഹള്ള നദിയുടെ തീരത്തായിട്ട് ഞങ്ങൾ തന്നെ കുഴിച്ചൊരു കുഴിയിലാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ ഞാൻ ഇന്ന് രാത്രി വന്നതുപോലെ നായാട്ടിന് വരും. അത്തരം സമയങ്ങളിൽ എൻ്റെ ഭാര്യയോ കുട്ടികളിൽ ആരെങ്കിലും ഒരാളോ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് രാത്രി മുഴുവനും ഉണർന്നിരിക്കും. ആനകൾ അടുത്തേക്ക് വരുമ്പോൾ അവർ കുഴി വിട്ട് കരയിലേക്ക് ഓടിക്കയറും, അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കേതത്തിന് സമീപം വളരുന്ന വലിയ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. ഈ ആനകൾ വലിയ അപകടകാരികളാണ്. ചിലപ്പോൾ അത് ഞങ്ങളെ ആക്രമിക്കാറുണ്ട്. ഒരു വർഷം മുൻപ് ഇത്തരം ആനകളിൽ ഒന്ന് ഉറങ്ങിക്കിടന്നൊരു പൂജാരി സ്ത്രീയെ ഇത്തരം ഒരു മൺകുഴിയിൽ നിന്നും വലിച്ചു ചാടിച്ച് ചമ്മന്തി പോലെ ചവിട്ടി അരച്ചു. ഞങ്ങൾ എന്തിനെങ്കിലും വെടിവെച്ചാൽ അതിൻ്റെ കുറച്ച് മാംസം കഴിക്കും, കുറച്ച് പുകയിട്ട് ഉണക്കി വയ്ക്കും. ബാക്കി വരുന്നത് പെന്നഗ്രാമിൽ വിൽക്കും. ചിലപ്പോഴൊക്കെ 15 രൂപ വരെ കിട്ടാറുണ്ട്. ആ പണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം മുഴുവനും കുടുംബം പോറ്റുവാനുള്ള ധാന്യം വാങ്ങാം, അവൻ പറഞ്ഞു. പിന്നെ തുടർന്നു, മഹാരാജാവേ, അങ്ങ് എൻ്റെ കൈവശമുള്ള നാടൻ തോക്കിനെക്കുറിച്ച് ഫോറസ്റ്റ് ഗാർഡിനോട് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ തോക്ക് എൻ്റെ അച്ഛൻ്റെയും അദ്ദേഹത്തിന് മുൻപ് എൻ്റെ മുത്തച്ഛൻ്റെയും സ്വന്തമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് 30 രൂപയ്ക്ക് വാങ്ങിയതാണെന്നാണ് ഞങ്ങളോട് അവർ പറഞ്ഞത്. അവൻ എന്നെ ആകാംക്ഷയോടെ നോക്കി. അവൻ്റെ വായുടെ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു. എങ്കിലും അവൻ്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞ ഭാവമുണ്ടായിരുന്നു. ഒരു ലൈസൻസ് ഹോൾഡർ എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യബോധം അപ്പോഴേക്കും അപ്രത്യക്ഷമായി. ഞാൻ എൻ്റെ മനസാക്ഷിയെ കഴുത്ത് ഞെരിച്ച് കൊന്നുവെന്ന് പറയണം. ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്തം കാണിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ പരാജയപ്പെട്ടു. പിന്നെ തോറ്റവൻ്റെ ശബ്ദത്തിൽ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവൻ്റെ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, ഇല്ല ബൈര, ഞാൻ ആരോടും ഇതേക്കുറിച്ച് പറയില്ല. ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. അവൻ ചാടി എഴുന്നേറ്റ് എന്നെ സാഷ്ടാംഗം പ്രണമിച്ചു. പൂജാരികൾക്ക് അറിയാവുന്ന ഒരേ ഒരു വന്ദന രൂപത്തിൽ നെറ്റി വീണ്ടും 3 പ്രാവശ്യം നിലത്ത് മുട്ടിച്ചു. യജമാനനെ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനി മുതൽ ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ ആജ്ഞാനുവർത്തികളാണ്, അയാൾ പറഞ്ഞു. അന്ന് തന്നെ ഫോറസ്റ്റ് ലോഡ്ജിൽ വന്ന് എന്നെ കാണുവാനായിട്ട് എത്തണമെന്ന് ഞാൻ ബൈരയോട് പറഞ്ഞു. ഈ പ്രദേശത്തുള്ള മാംസഭുക്കുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അവയുടെ സഞ്ചാര പദങ്ങളെക്കുറിച്ചും അവനോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് എൻ്റെ മനസാക്ഷി വീണ്ടും ജീവൻ പ്രാപിച്ചു. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഈ മനുഷ്യന് ഞാൻ തിടുക്കത്തിൽ നൽകിയ വാഗ്ദാനം ഓർത്ത് എനിക്ക് പെട്ടെന്നൊരു പശ്ചാത്താപമുണ്ടായി. അവന് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വരുമോ എന്ന ഭയം മൂലം കൊല്ലപ്പെട്ട പെൺമ്ലാവിലേക്ക് രണ്ടാമതൊന്നുകൂടി നോക്കാതെ ഞാൻ എൻ്റെ വഴിക്ക് പോയി. തൻ്റെ വാക്ക് പാലിച്ച് കൃത്യം അന്ന് രാവിലെ 10 മണിക്ക് ബൈര ലോഡ്ജിൽ എത്തിച്ചേർന്നു. സംസാരത്തിനിടെ അയാൾ ഒരു കാര്യം പറഞ്ഞു. 2 രാത്രികൾക്ക് മുൻപ് 2 മൈൽ താഴെയായിട്ട് അരമാൻബോർഡ് എന്ന സ്ഥലത്ത് ഒരു മ്ലാവിനു വേണ്ടി കാത്തിരുന്നപ്പോൾ ഒരു കടുവ ബൈരയിൽ നിന്നും കേവലം 5 അടിക്കുള്ളിലൂടെ കടന്നു പോയിരുന്നു. ഇവിടെ വെച്ചൊരു പോഷക നദി ചിനാറിൽ ലയിക്കുന്നുണ്ട്. ഈ പ്രദേശത്താണ് ഈ കടുവയുടെ താമസവും. പ്രായം ചെന്ന കടുവയായതുകൊണ്ട് അതിൻ്റെ റോന്തു ചുറ്റലിന് വളരെ പരിമിതികളുണ്ട്, ബൈര എന്നോട് പറഞ്ഞു. അതേ തുടർന്ന് അവൻ അസാധാരണമായിട്ടുള്ള മറ്റൊരു കഥ കൂടി എന്നോട് പറഞ്ഞു. ഏകദേശം 1 മാസം മുൻപ് അവൻ ഇതേ സ്ഥലത്തിൻ്റെ സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു പുള്ളിമാൻ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ മാച്ച് ലോക്കിൽ നിന്നുള്ള ഒറ്റ ഷോട്ട് കൊണ്ട് അതിനെ വീടിക്കാമെന്ന് ബൈര കണക്ക് കൂട്ടി. അന്ന് നല്ല നിലാവുള്ള ഒരു രാത്രിയായിരുന്നു. ബൈര വിചാരിച്ചതുപോലെ പുള്ളിമാൻ അത് വരുന്ന വഴിയിൽ തന്നെ വെടിയേറ്റു വീണു. ബൈരയാകട്ടെ തൻ്റെ മസ്കറ്റ് തോക്ക് വീണ്ടും റീലോഡ് ചെയ്ത് അന്ന് രാത്രി മുഴുവനും അവിടെ തന്നെ ചെലവഴിക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു വലിയ കടുവ സമീപത്തുള്ള അടിക്കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ചത്ത പുള്ളിമാൻ്റെ അടുത്തേക്ക് എത്തിയത്. അവനൊന്നും മണം പിടിച്ചു. പിന്നെ ശാന്തമായിട്ട് തനിക്ക് അധ്വാനിക്കാതെ കിട്ടിയ സമ്മാനവുമായിട്ട് കടന്നു കളഞ്ഞു. കടുവയുമായിട്ട് മാനിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് തർക്കിക്കുവാനായിട്ട് ബൈരയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അയാളുടെ കൈവശമുള്ളത് ഒരു മസിൽ ലോഡറാണ്. അത് റീലോഡ് ചെയ്യുവാനായിട്ട് വലിയ സമയവും വേണം. ആ സമയത്ത് എൻ്റെ കൈവശം കെണി വയ്ക്കുവാനായിട്ട് ജീവനുള്ള ഇരകളൊന്നുമില്ലായിരുന്നു. ഒരു പശുക്കിടാവിനെ വാങ്ങുവാൻ പെന്നഗ്രാമിലേക്ക് ഒരാളെ അയക്കുവാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അത് എത്തിച്ചേരുവാനായിട്ട് അടുത്ത ദിവസം വരെ കാത്തിരിക്കണം. അതുകൊണ്ട് അന്ന് രാത്രി ബൈരയ്ക്കൊപ്പം അരമാൻബോർഡുവിൻ്റെ തീരത്തിരിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ ബൈരയോട് പ്രത്യേകം പറഞ്ഞു, അവൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള മാനുകളെ വേട്ടയാടുവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അന്ന് വൈകിട്ട് 6 മണിയോടെ 2 കാട്ടരുവികൾ സംഗമിക്കുന്ന ആ സ്ഥാനത്ത് ബൈര തയ്യാറാക്കിയ ഏറ്റവും മികച്ചതും സുഖപ്രദവുമായിട്ടുള്ള ഒരു ഒളിയിടത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. ആ രാത്രി വളരെ ഊഷ്മളമായിരുന്നു. ബൈരയാകട്ടെ ലുങ്കോട്ടിയല്ലാതെ മറ്റൊന്നും ധരിച്ചിരുന്നില്ല. ആ മനുഷ്യൻ നിതാന്തമായ ജാഗ്രതയുടെയും ക്ഷമയുടെയും ഒരു പാഠപുസ്തകമാണെന്ന് അന്ന് ഞാൻ പഠിച്ചു. കാരണം ബൈര പതുങ്ങിയിരുന്ന സമയം മുതൽ ആ നീണ്ട രാത്രി മുഴുവനും അല്പം പോലും അനങ്ങിയിരുന്നില്ല, കണ്ണ് അടച്ചതുമില്ല. എന്നാൽ അന്ന് രാത്രിയിൽ ഒന്നും വന്നില്ല. പുലർച്ചെ 2 മണിയായപ്പോൾ ഞാൻ അക്ഷമനായി. ഒടുവിൽ ഉറങ്ങിപ്പോയി. നന്നേ പുലർച്ചെയാണ് ഉണർന്നത്. ബൈര അപ്പോഴും എൻ്റെ അരികിൽ അനങ്ങാതെ അതുപോലെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖത്തെ നിരാശ കണ്ടപ്പോൾ രാവിലെ ഒരു ട്രാക്കിങ്ങിന്
താനും കൂടെ വരാമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ കുളിക്കുവാനും പ്രാതൽ കഴിക്കുവാനുമായിട്ട് ഞങ്ങൾ ബംഗ്ലാവിലേക്ക് മടങ്ങി. 9 മണിക്ക് മുൻപ് വീണ്ടും അരമാൻ വോർഡിൽ തിരിച്ചെത്തി. ബൈരയാണ് മുൻപിൽ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നദിയുടെ മുകളിലേക്ക് നടന്നു. ഒരു 1/2 മൈലോളം മുൻപോട്ട് പോയപ്പോൾ ഒരു വലിയ ആൺകടുവ സഞ്ചരിക്കുന്ന പാതയിലെത്തി. കഴിഞ്ഞ രാത്രിയിൽ ആ കടുവ മണൽപ്പുറവും മറികടന്ന് 1 മൈൽ അകലെ പാറകൾ നിറഞ്ഞ പനപ്പട്ടിക്കുന്നുകളുടെ മുകളിലേക്ക് പോയിരുന്നു. നിലമാകട്ടെ ട്രാക്ക് ചെയ്യുവാൻ കഴിയാത്തത്ര വരണ്ടതായിരുന്നു. എന്നാൽ കടുവ കിടന്നുറങ്ങുവാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ തനിക്കറിയാമെന്ന് ബൈര എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഒന്നിനു പിറകെ ഒന്നായിട്ട് കുന്നുകൾ താണ്ടി ഇടതൂർന്ന മുളകളുടെയും അടിക്കാടുകളുടെയും ചെറിയ ചെറിയ താഴ്വരകൾ കടന്നുപോയി. ഇതിനിടെ ഞങ്ങൾ ആനയുടെ ഭീമാകാരമായ വയറ്റിൽ നടക്കുന്ന ദഹന പ്രക്രിയ മൂലമുണ്ടാകുന്ന മുഴങ്ങുന്ന ശബ്ദം കേട്ടു. അത് ആന വിശ്രമിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള സൂചന നൽകി. ഞങ്ങൾ അവിടെ ഒഴിവാക്കി. എന്നിട്ട് വിശ്രമിക്കാതെ പനപ്പട്ടി മലനിരയുടെ മുകളിലേക്ക് കയറി യാത്ര തുടർന്നു. ഞങ്ങളിപ്പോൾ കുറ്റിച്ചെടികൾ നിറഞ്ഞ കാടിൻ്റെ ഒരു പ്രദേശത്താണ് എത്തിയത്. എല്ലാ വശങ്ങളിലേക്കും തള്ളി നിൽക്കുന്ന വലിയ പാറക്കല്ലുകൾ എല്ലായിടത്തും കാണാം. ഈ കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിൽ നിലകൊള്ളുന്ന അനേകം ഗുഹകളിൽ കടുവയും കരടികളും വസിക്കുന്നുണ്ട് എന്ന് ബൈര അപ്പോൾ പറഞ്ഞു. പാറക്കല്ലുകൾ നിറഞ്ഞ നിലം വെയിലേറ്റ് ചുട്ടുപഴുത്തിരുന്നു. അതുമൂലം ഒരു തരത്തിലുമുള്ള ട്രാക്കുകൾ കാണുവാനാകുന്നില്ല. ഇത്രയും ആയതോടെ ഇനി നടക്കുവാൻ കഴിയാത്ത വിധം അശക്തനായിരുന്നു ഞാൻ. തിരിച്ചു പോകുവാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ സഹയാത്രികൻ ഇപ്പോഴാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. കുന്നിൻ മുകളിലൂടെ കുറുകെ നീങ്ങുവാനായിട്ട് ബൈര എന്നെ നിർബന്ധിച്ചു. നിഷ്കരുണം കത്തിജ്വലിക്കുന്ന സൂര്യതാപത്താൽ വേർത്തു കുളിച്ച് അവസാനം ഞങ്ങൾ മലയുടെ ഏറ്റവും മുകളിലെത്തി. എന്നിട്ട് എതിർവശത്തെ ചെരുവിലേക്ക് മെല്ലെ ഇറങ്ങുവാൻ തുടങ്ങി. ഈ ഭാഗത്ത് ഞങ്ങൾ ഇപ്പോൾ കയറി വന്നതിലും കൂടുതൽ പാറക്കല്ലുകൾ ധാരാളമായിട്ട് ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ നിരവധി ഗുഹകൾ കാണപ്പെടുന്ന കൂറ്റൻ പാറകൾ നിറഞ്ഞ ഒരിടത്ത് വന്നു. ചുറ്റുപാടുകളെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ചാഞ്ഞു നിൽക്കുന്ന ഒരു പാറയുടെ ചെറിയ തണലിൽ എന്നോട് ഇരിക്കുവാനായിട്ട് ബൈര നിർദ്ദേശിച്ചു. ഞാൻ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും പുക വലിക്കുവാനായിട്ട് അവിടെ ഇരുന്നു. അപ്പോഴെൻ്റെ കൂട്ടുകാരൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ തെന്നിമാറി അപ്രത്യക്ഷനായി. ഏകദേശം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൻ മടങ്ങിയെത്തി. തനിക്ക് കടുവയുടെ മണം കിട്ടിയെന്നും അത് അടുത്തുള്ള ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണെന്നും ഈ കാര്യം ഉറപ്പാണെന്നും അവൻ ആവേശത്തോടെ എന്നോട് പറഞ്ഞു. ഈ സമയമായപ്പോഴേക്കും എനിക്ക് അവനിൽ അതൃപ്തിയും വിശ്വാസമില്ലായ്മയും തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞാൻ ബൈരയോട് പരുഷമായ വാക്കുകളിൽ വിടുവായത്തരം നിർത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവൻ ആശ്ചര്യത്തോടെ എന്നെ നോക്കി. അപ്പോൾ അവൻ്റെ മുഖത്ത് വ്യക്തമായിട്ടും കാണാവുന്ന ദയനീയത എനിക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. ശരി, നിങ്ങൾ തന്നെ വന്നു നോക്കൂ, അവൻ പറഞ്ഞു. പിന്നെ എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വന്ന വഴിയിലേക്ക് വേഗം തിരിച്ചു നടന്നു. ഞാൻ റൈഫിളുമായിട്ട് അവനെ പിന്തുടർന്നു. ഞങ്ങൾ കൂമ്പാരമായിട്ട് കിടക്കുന്ന പാറകൾക്കിടയിലായിട്ട് കാണപ്പെടുന്ന നിരവധി ഗുഹകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് എത്തിയത്. 20 വാരയ്ക്കുള്ളിലുള്ള ഒരു ഗുഹാമുഖത്ത് എഴഞ്ഞെത്തിയതും ബൈര അവിടെ നിന്നു. എന്നിട്ടും നിശബ്ദമായിട്ട് എന്നോട് തൻ്റെ അടുത്തേക്ക് വരുവാൻ ആംഗ്യം കാട്ടി. നിങ്ങൾക്ക് ആ മണം കിട്ടുന്നുണ്ടോ എന്ന് അവൻ ആകാംക്ഷാപൂർവ്വം ചോദിച്ചു. ഞാൻ ശ്രദ്ധാപൂർവം മണം പിടിച്ചു. പക്ഷേ ഒരു മണവും കിട്ടിയില്ല. മൃഗശാലയിലോ അതുപോലെ അനിമൽ സർക്കസിലോ കിട്ടുന്നത് പോലെയുള്ള ദുർഗന്ധം അവിടെ തീർച്ചയായിട്ടും ഇല്ലായിരുന്നു. ഒരു മണവും കിട്ടുന്നില്ല എന്ന് ഞാൻ തലയാട്ടി. അപ്പോൾ കുറച്ചു ദൂരം കൂടി പതുങ്ങി നീങ്ങിയിട്ട് ബൈര വീണ്ടും നിന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്കത് മണക്കുവാൻ കഴിയും, അവൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഘ്രാണ അവയവം പരമാവധി പ്രയോഗിച്ചു. അപ്പോൾ ഒരു പ്രത്യേകതരം ഗന്ധം എനിക്ക് കണ്ടെത്തുവാനായി. അതിനേക്കാൾ മികച്ച ഒരു പദമുണ്ടേൽ അതിതാണ്. എനിക്ക് പരിചയമില്ലാത്തൊരു ഗന്ധം. അത് ചെറുതായിട്ട് ദ്രവിച്ചു തുടങ്ങിയ പച്ചക്കറിയുടെ ഗന്ധം പോലെയായിരുന്നു. നായാട്ട് തുടങ്ങിയ അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിപ്പോൾ ഈ ഗന്ധം മനസ്സിലായത്. ഇങ്ങനെ ഒരു ഗന്ധം കിട്ടിയാൽ അതിനർത്ഥം അതുവഴി ഒരു കടുവ കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനും പഠിച്ചത്. ബൈര നേരെ മുകളിലേക്ക് നോക്കി. വലിയ പാറകൾക്കിടയിൽ കാണപ്പെടുന്ന 5ഓളം വ്യത്യസ്തമായിട്ടുള്ള തുറസായ ഇടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അയാളത് നിരീക്ഷിച്ചു. കുറച്ചു സമയം നിശബ്ദമായിട്ട് അവിടം പഠിച്ചു. എന്നിട്ട് 4ാമത്തെ തുറസായ ഇടം ചൂണ്ടിക്കാട്ടി. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും അതിന് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. പക്ഷേ കടുവ അവിടെ തന്നെ ഉണ്ടെന്ന് അവൻ മന്ത്രിച്ചു. അവിശ്വാസത്തോടെ ഞാൻ അവനെ നോക്കി. പക്ഷേ എൻ്റെ നോട്ടത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ച് തന്നെ പിന്തുടരുവാനായിട്ട് അവൻ ആംഗ്യം കാണിച്ചു. നിതാന്തമായ ജാഗ്രതയോടെ അവൻ സൂചിപ്പിച്ച തുറസായ സ്ഥലത്തിന് താഴെയുള്ള ഒരു കല്ലിൻ്റെ അറ്റത്ത് ഞങ്ങൾ വേഗത്തിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ആ സ്ഥലം ഞങ്ങളുടെ തലയുടെ മുകളിലായിരുന്നു. ഞാൻ കാൽവിരലിൽ എത്തിക്കുത്തി അവിടേക്ക് ഉറ്റുനോക്കി. ഒന്നും കണ്ടില്ല. എന്നാൽ അടുത്ത നിമിഷം നിശബ്ദമായിട്ട് മാന്ത്രികമെന്നോണം ഒരു കടുവയുടെ കൂറ്റൻ തല അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവം ഉണ്ടായിരുന്നു. എൻ്റെ ബുള്ളറ്റ് കേവലം 8 അടി ദൂരപരിധിയിൽ വെച്ച് അതിൻ്റെ കണ്ണുകൾക്കിടയിൽ പതിച്ചു. കടുവ ഗ്ലൈഡ് ചെയ്തു വരും പോലെ മുൻപോട്ട് നീങ്ങി വന്നു. ഞങ്ങളുടെ മുഖങ്ങൾക്കൊപ്പം അവൻ്റെ പടുകൂറ്റൻ തലയും അടുത്തേക്ക് വന്ന് നിശ്ചലമായി. അതിൻ്റെ കൂറ്റൻ തല മുൻകാലുകൾക്കിടയിൽ വിശ്രമിച്ചു. അവൻ്റെ മഞ്ഞയും പച്ചയും കലർന്ന കണ്ണുകൾ മരണത്തോടടുത്തപ്പോൾ പാതിയോളം മടഞ്ഞിരുന്നു.
ഒപ്പം തുള്ളി തുള്ളിയായിട്ട് നെറ്റിയിലെ ദ്വാരത്തിൽ നിന്നും നേർത്ത കടുംചുവപ്പ് രക്തപ്രവാഹം ഒഴുകി. വനത്തിനെക്കുറിച്ചുള്ള ബൈരയുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവിനെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളിൽ ആദ്യത്തേത് അതായിരുന്നു. അവനെ കണ്ടെത്തിയതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. പക്ഷെ അത് അവനോട് നേരിട്ട് പറയേണ്ടി വന്നാൽ വളരെ സൗമ്യമായിട്ട് മാത്രമേ ഞാൻ പറയൂ. വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിച്ചു. പണ്ടവനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കുവാനായിട്ട് ഞാനെടുത്ത തീരുമാനമോർത്ത് പിന്നീട് ഒരിക്കലും ഞാൻ ഖേദിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പങ്കിട്ട അനേകം സാഹസികതകളിൽ 2 മാത്രം ഇപ്പോൾ പറയാം. അതിലൊന്ന് തൽവാടിയിലെ കരടികളെക്കുറിച്ചാണ്. ആ സംഭവത്തിൽ ബൈര എനിക്ക് വേണ്ടി തൻ്റെ ജീവനാണ് അർപ്പിച്ചത്. പിന്നെയുള്ളത് മുണ്ടച്ചിപ്പള്ളത്തെ നരഭോജി കടുവയുടെ കഥയിലാണ്. വിശാലമായ ഒരു താഴ്വരയ്ക്ക് ആകെ മൊത്തം നൽകിയിരിക്കുന്ന ഒരു പേരാണ് തൽവാടി. അതിൻ്റെ മധ്യത്തിലൂടെ അതേ പേരിൽ അറിയപ്പെടുന്നതും പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുമായിട്ടുള്ള ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ബൈരയെ കണ്ട സ്ഥലത്തു നിന്നും വടക്കായിട്ട് 11 മൈൽ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സേലം നോർത്ത് ഫോറസ്റ്റ് ഡിവിഷനിലെ ഏറ്റവും വന്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നുമാണിത്. തൽവാടി നദി അയ്യൂരിലെ വനപീഠഭൂമിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്നും അത് ഒരു മലയിടുക്ക് വഴി കുത്തനെ താഴേക്ക് നിപതിക്കുന്നു. പ്രാദേശികവാസികൾ അതിനെ തൊളുവ ബെട്ട തോട എന്നാണ് വിളിക്കുന്നത്. ഈ സ്ഥലത്ത് ഭീമാകാരമായ ചുവപ്പും മഞ്ഞയും നിറമുള്ള ചിലന്തികളും അവ നെയ്തെടുക്കുന്ന ചിലന്തി വലകളും അവിടെ എങ്ങും കാണാം. ഇതുമൂലം ഞാൻ ആ സ്ഥലത്തിന് സ്പൈഡർ വാലി എന്ന് പുനർനാമകരണം ചെയ്തു. ഇടുങ്ങിയ കാനന പാതയിലൂടെ പോവുകയാണെങ്കിൽ ഭീമാകാരമായിട്ടുള്ള ഇത്തരം വലകൾ ധാരാളം കാണാം. ഈ വലകൾ ഓവൽ ആകൃതിയിലാണ് കാണപ്പെടുക. ചിലപ്പോൾ 20 അടിയിലധികം വീതി വരെ ഇതിനുണ്ടായിരിക്കും. അതിൻ്റെ മധ്യഭാഗത്ത് ചിലന്തികൾ തൂങ്ങിക്കിടക്കും. പലതിനും ഒരു വശത്തെ കാലിൻ്റെ അറ്റം മുതൽ മറുവശത്തെ കാലിൻ്റെ അറ്റം വരെ അളന്നാൽ കുറഞ്ഞത് 9 ഇഞ്ച് നീളമുണ്ടാകും. ഇത്രയധികം വലിപ്പമുണ്ടെങ്കിലും വളരെ ചടുലമായിട്ട് ചലിക്കുന്ന ഒരു ക്രൂരജീവിയാണിത്. ഇതിൻ്റെ ഇര വലിയ നിശാശലഭങ്ങളും മനോഹരമായിട്ടുള്ള ചിത്രശലഭങ്ങളും പ്രാണികളുമാണ്. ഈ വലിയ വലയിൽ അവ കുടുങ്ങിപ്പോയാൽ രക്ഷപ്പെടുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. ഈ ചിലന്തികൾ മാംസഭോജികളാണ്. മാത്രവുമല്ല, അവരുടെ സ്വന്തം വലയിൽ തങ്ങളുടെ ഗോത്രത്തിലെ മറ്റൊരു അംഗത്തിൻ്റെ സാന്നിധ്യവും ഇവ അംഗീകരിക്കില്ല. ഈ ഉഗ്രജീവികളിൽ ഒന്നിനെ ഒരു വടിയുടെ അറ്റത്താക്കി ഇത്തരത്തിലുള്ള മറ്റൊരു ജീവിയുടെ വലയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ചിലപ്പോൾ സ്വയം രസിച്ചിരുന്നു. ഉടനടി ഗംഭീരമായ രാജകീയമായ ഒരു പോരാട്ടം അവിടെ നടക്കും. പലപ്പോഴും അത് അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കും. എല്ലായ്പ്പോഴും ഒന്നിൻ്റെ മരണത്തിലാണ് അത് അവസാനിക്കുക. എതിരാളിയുടെ ജീവൻ പോകും വരെ അതിൻ്റെ രക്തം വിജയി വലിച്ചെടുക്കും. പിന്നെ അത് തൻ്റെ വലയുടെ മധ്യത്തിലേക്ക് ഇഴഞ്ഞു വരും. തൽവാടി അരുവി ഈ മലയിടുക്കിലൂടെ കടന്നു പോവുകയും പിന്നീട് 2ആയിട്ട് വേർപെടുകയും ചെയ്യുന്നു. അതിൻ്റെ ചെറിയ കൈവഴി തെക്കോട്ടൊഴുകുന്നു. ഉയരമുള്ള ഗുദരായൻ കൊടുമുടിയുടെയും കെമ്പക്കര എന്ന ചെറിയ കുഗ്രാമത്തിൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകിയത് ചിനാർ നദിയിൽ വിലയിക്കുന്നു. ഒരിക്കൽ 7 മനുഷ്യരെയും 2-3 കന്നുകാലികളെയും കൊല്ലുകയും 1/2 ഡസനോളം കാളവണ്ടികൾ തച്ച് തകർക്കുകയും വെട്ടിയ മുളകൾ കയറ്റി വന്ന 3 ടൺ ഭാരം വരുന്ന ലോറി നിസാരമായിട്ടും മറിച്ചിടുകയും ചെയ്ത കെമ്പക്കരയിലെ കുപ്രസിദ്ധനായ ഒറ്റയാന്റെ ആവാസകേന്ദ്രമായിരുന്നു ഈ പ്രദേശം. അത് മറ്റൊരു കഥയാണ്. അരുവിയുടെ പ്രധാന ഭാഗം നേരെ പടിഞ്ഞാറോട്ട് കുറച്ച് മൈലുകൾ ഒഴുകുന്നു. പിന്നെ അത് മാഞ്ചിയിലെ ഫോറസ്റ്റ് ബ്ലോക്കിന്റെ അതിർത്തിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിയുന്നു. തുടർന്ന് മേൽപ്പറഞ്ഞ തൽവാടി താഴ്വരയിലെ അഞ്ചട്ടിയിൽ നിന്നും മുത്തൂരിലേക്കും അവിടെ നിന്നും പെന്നഗ്രാമിലേക്കും പോകുന്ന വനപാതയും മുറിച്ച് കടന്നു പോകുന്നു. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ ഈ പ്രദേശമെല്ലാം നിബിഡമായിട്ടുള്ള മരങ്ങൾ നിറഞ്ഞതാണ്. അതിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ മൈലുകളോളം ഉയരത്തിൽ മുളകളും താഴ്വാരത്തിൽ പാറകൾ നിറഞ്ഞ വനവും കാണപ്പെടുന്നു. ഒടുവിൽ ഈ അരുവി മത്സ്യബന്ധന ഗ്രാമമായ ബിലിഗുണ്ടലുവിന്റെ സമീപം കാവേരി നദിയിലേക്ക് ഒഴുകിയെത്തും. അരുവിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുമുള്ള ഈ പ്രദേശം മുഴുവനും കാട്ടാനക്കൂട്ടങ്ങളുടെയും കാട്ടുപോത്തുകളുടെയും അതുപോലെ സ്ഥിരമായിട്ട് അവിടെയുള്ള 1-2 കടുവകളുടെയും ആവാസകേന്ദ്രമായിരുന്നു. അവർ ഈ അരുവി ഒഴുകുന്ന വഴിയിലൂടെ പതിവായിട്ട് ചുറ്റി സഞ്ചരിക്കും. പാറകളും വളരെ നീളമുള്ള പുല്ലും നിറഞ്ഞ തൽവാടി താഴ്വരയിൽ വലിപ്പമുള്ള പുള്ളിപ്പുലികളും നിരവധി കരടികളും അതുപോലെ കാട്ടുപന്നികളും മ്ലാവുകളും കേഴമാനുകളും ഇതെല്ലാം ധാരാളമായിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത വിധം അനേകം മയിലുകളും ഇവിടെ ഉണ്ടായിരുന്നു. ബൈര എനിക്ക് അയച്ച ഒരു കത്തിൻ്റെ സമയം മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അതാകട്ടെ പെന്നഗ്രാമിലെ പോസ്റ്റ് മാസ്റ്റർ എഴുതിയതുമായിരുന്നു. മുത്തൂർ അഞ്ചട്ടി റോഡിൽ അസാമാന്യ വലിപ്പമുള്ള ഒരു പുള്ളിപ്പുലി ഈ താഴ്വര വാസസ്ഥലമാക്കിയെന്നും അത് സ്ഥിരമായിട്ട് കന്നുകാലികളെ കൊല്ലുന്നുണ്ടെന്നും ഈ പുള്ളിപ്പുലി സാധാരണ കടുവയേക്കാളും വളരെ വലുതാണെന്നും ആ കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. 5 ദിവസം അവധി ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് ഡേങ്കണി കോട്ടയിൽ നിന്നും അഞ്ചട്ടിയിലേക്കുള്ള കുറുക്കുവഴിയിലൂടെ ഞാൻ വാഹനം ഓടിച്ചു. തൽവാടി താഴ്വര കഴിഞ്ഞ് മുത്തൂരിൽ വെച്ച് ബൈരയെ കണ്ടുമുട്ടി. അവിടെ നിന്നും താഴ്വരയിൽ തന്നെയുള്ള 15-ാം മൈൽ സ്റ്റോണിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. റോഡ് തീർത്തും പരിതാപകരമായിരുന്നു. വഴി മുറിച്ച് കടന്നു പോകുന്ന നിരവധി അരുവികളും കാളവണ്ടി ചക്രങ്ങൾ പതിഞ്ഞുണ്ടായ ആഴത്തിലുള്ള ചാലുകളും ഇടയ്ക്കിടയ്ക്ക് ധാരാളം പാറകളും കടന്നു വരും.
ഇവയെല്ലാം കാറിന്റെ സ്പ്രിങ്ങുകൾക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ വരുത്തിയിരുന്നു. ക്യാമ്പ് തയ്യാറാക്കിയതിനു ശേഷം ഞങ്ങൾ അടുത്തുള്ള 3/4 മൈൽ അകലെയുള്ള കാലിപ്പാളയത്തിലേക്ക് നീങ്ങി. അവിടെ വെച്ച് ഈ പുള്ളിപ്പുലിയുടെ ആക്രമണത്തെക്കുറിച്ച് എനിക്ക് നേരിട്ട് പലതും കേൾക്കുവാൻ കഴിഞ്ഞു. വൈകുന്നേരം 5:30 തൊഴുത്തുകളിലേക്കും അവരുടെ വീട്ടിലേക്കുമുള്ള മടക്കയാത്രയിലാണ് കന്നുകാലികളെ സാധാരണയായിട്ട് ഈ പുലി ആക്രമിക്കാറ്. തൻ്റെ ഇരയായിട്ടത് കൂട്ടത്തിൽ ഏറ്റവും വലിയ പശുവിനെ തന്നെയാണ് തിരഞ്ഞെടുക്കുക. ഇതായിരുന്നു ഞാൻ കേട്ട കഥകൾ. നിരവധി ഇടയന്മാർ ഈ മൃഗത്തെ കാണുകയും അതിനെ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഒരു പുള്ളിപ്പുലിയിൽ നിന്നും വ്യത്യസ്തമായ മുറുമുറുപ്പും ക്രൂരമായിട്ടുള്ള പ്രത്യാക്രമണ ത്വരയും മാത്രമാണ് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഈ മൃഗം സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലം ആർക്കും അറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ റോഡ് വഴി ഏകദേശം 4 മൈൽ ദൂരം വരെ ഇതിന്റെ പ്രവർത്തന മേഖല വ്യാപിച്ചിരുന്നു. ഈ ഇടയന്മാരോട് എനിക്ക് വേണ്ടിയിട്ട് ജീവനുള്ള ഒരു ഇരയെ വിൽക്കുവാനായിട്ട് സമ്മതിപ്പിക്കുക എന്നത് വലിയ പ്രയാസമായിരുന്നു. പുള്ളിപ്പുലിയെ കൊല്ലുക വഴി അവർക്കാണ് ഏറ്റവും ഗുണമെന്ന് അവർക്കറിയാം. എങ്കിലും അവരുടെ ജാതി മത വിശ്വാസങ്ങൾ ബോധപൂർവം ഒരു ജീവനെ കുരുതി കൊടുക്കുന്നതിന് പരിപൂർണമായിട്ടും എതിരായിരുന്നു. എങ്കിലും പലതവണ അവരുമായിട്ട് സംസാരിച്ച് അവസാനം 3/4 വളർച്ചയെത്തിയ 2 മൃഗങ്ങളെ അവരിൽ നിന്നും വാങ്ങുന്നതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്തു. അതിലൊന്നിനെ ഞാൻ നദിയുടെ തീരത്ത് റോഡിൽ നിന്നും 1 മൈൽ താഴെയും രണ്ടാമത്തെ മൃഗത്തിനെ 14-ാം മൈൽ സ്റ്റോണിൽ നിന്നും അധികം ദൂരെയല്ലാതെയും കെട്ടി നിർത്തി. ഇനി കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ല. മയിലുകളെയും കാട്ടുപക്ഷികളെയും വെടിവെച്ച് സമയം കളയുന്നതും ഈ സമയത്ത് അത്ര ബുദ്ധിയല്ല. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും കാട്ടിലൂടെ വേറെ ദിക്കുകളിൽ ചുറ്റി നടന്ന് ഞാൻ സംതൃപ്തനായി. ഈ യാത്രയിൽ ആകസ്മികമായിട്ടൊരു പുള്ളിപ്പുലിയെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ കാവേരി തീരത്ത് അലഞ്ഞു തിരിയുന്ന ഒരു കടുവയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഭാഗ്യത്തിന് 3-ാം ദിവസം ഏകദേശം 7 മണിക്ക് മുന്നമേ എനിക്ക് ആ വാർത്ത കിട്ടി. അന്ന് വൈകുന്നേരവും പതിവ് പോലെ കാലിക്കൂട്ടങ്ങൾ കാലിപ്പാളയത്തിലേക്ക് തിരികെ മടങ്ങുകയായിരുന്നു. അപ്പോഴൊരു പശുവിനെ ഈ പുള്ളിപ്പുലി ആക്രമിച്ചു കൊന്നു. ഏകദേശം 3 മൈൽ അകലെയാണ് ഈ സംഭവം ഉണ്ടായത്. അപകടം കണ്ടെത്തി ഉടൻ തന്നെ എന്നെ അറിയിക്കുവാനായിട്ട് ഉടമ ഒരു ഓട്ടക്കാരനെ അയച്ചിരുന്നു. അയാൾ ഓടി വരുവാനെടുത്ത സമയം കണക്കുകൂട്ടി. ആക്രമണം നടന്ന സമയം ഏകദേശം ഞാൻ കണക്കുകൂട്ടി. ഉടനടി റൈഫിളും ടോർച്ചും ഓവർകോട്ടും എടുത്തുകൊണ്ട് ഞാനും ബൈരയും സംഭവ സ്ഥലത്തേക്ക് തിടുക്കപ്പെട്ട് നീങ്ങി. കുറച്ച് ഫർലോങ്ങുകൾ അകലെ എത്തിയപ്പോൾ ഞാൻ ടോർച്ച് ഓഫാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് വാർത്ത കൊണ്ടുവന്ന ഇടയനെ നിശബ്ദമായിട്ട് പിന്തുടർന്ന് ഇഴഞ്ഞെന്ന പോലെ നീങ്ങി. ബൈര എൻ്റെ പുറകിലായിട്ടാണ് നടക്കുന്നത്. കിഴക്കൻ ചക്രവാളത്തിൽ കാടിൻ്റെയും മലനിരകളുടെയും മുകളിൽ അർദ്ധചന്ദ്രൻ വെള്ളികൊണ്ട് തീർത്ത ഒരു ചന്ദ്രക്കല പോലെ പ്രകാശിക്കുന്നു. ഞങ്ങൾ കന്നുകാലി പാതയിലൂടെ കുത്തനെയുള്ള ഒരു വളവ് തിരിഞ്ഞു. പെട്ടെന്ന് വഴിക്ക് വിലങ്ങനെ വീണ് കിടക്കുന്ന ചത്ത പശുവിൻ്റെ കാഴ്ച ദൃശ്യമായി. അതിനു പിന്നിൽ ആ പുള്ളിപ്പുലിയും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ .12 ഷോട്ട് ഗണ്ണ് ക്ലോസ് റേഞ്ചിൽ ഉപയോഗിക്കുവാനായിട്ട് പിടിച്ചിരുന്നു. എൻ്റെ പിന്നിലായിട്ട് വിഞ്ചസ്റ്റർ തോക്കുമായിട്ട് ബൈരയുമുണ്ട്. പക്ഷേ ഞാൻ തോക്ക് ഉയർത്തും മുൻപ് ആ പുള്ളിപ്പുലി കാളയുടെ അടുത്തു നിന്നും തൊട്ടപ്പുറത്തുള്ള അടിക്കാട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു. ഞാൻ ബൈരയോടും ഇടയനോടും ഞങ്ങൾ ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ പതുക്കെ മടങ്ങിപ്പോകുവാനായിട്ട് തിടുക്കത്തിൽ പറഞ്ഞു. പുലിക്ക് ഞങ്ങൾ മടങ്ങി പോവുകയാണെന്ന് തോന്നും വിധം സാധാരണ സ്വരത്തിൽ പരസ്പരം സംസാരിച്ചു കൊണ്ട് പോകുവാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് മൃഗം മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ 20 ചുവട് അകലെയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു കാട്ടുപ്ലം കുറ്റിക്കാടിൻ്റെ പിന്നിലേക്ക് ഞാൻ മുടിയിടയിൽ മറഞ്ഞു. പുള്ളിപ്പുലി തൻ്റെ സാന്നിധ്യം പരസ്യപ്പെടുത്തുവാനായിട്ട് അധിക സമയമെടുത്തില്ല. കാരണം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് വനത്തിൽ നിന്നും അറക്കവാൾ വലിക്കും പോലെ ഒരു ശബ്ദം കേൾക്കുവാനായി. ബൈരയും ഇടയനും പോയ ദിശയിൽ നിന്നുമാണ് ആ ശബ്ദം വരുന്നത്. ഒരു പക്ഷേ അത് അവരെ അകലം പാലിച്ച് പിന്തുടരുന്നതാവാം. അവർ ശരിക്കും പോയി എന്ന് ഉറപ്പാക്കുവാനായിരിക്കും അതങ്ങനെ ചെയ്യുന്നത്. പിന്നീട് പിരിമുറുക്കമുള്ള നിശബ്ദത അവിടെ ഉടലെടുത്തു. 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ശബ്ദവും കേട്ടില്ല. പിന്നെ എവിടെയോ നിന്നെന്ന പോലെ അതും ഉണങ്ങിയ ഇലകളുടെ നേരിയ ശബ്ദമോ ചുള്ളിച്ചിലകൾ ഒടിയുന്ന ശബ്ദമോ പോലും കേൾപ്പിക്കാതെ ഒരു ഭീമാകാരനായിട്ടുള്ള പുള്ളിപ്പുലി എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ തൻ്റെ ഇരയുടെ മുകളിൽ വന്നു നിന്നു. പക്ഷെ അപ്പോഴും അത് ഞങ്ങൾ കടന്നു വന്ന വഴിയിലേക്ക് സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ പുലിയുടെ തോളിന് പിന്നിലായിട്ട് ഞാൻ പരമാവധി ലക്ഷ്യം വെച്ചു. തോക്കിൻ്റെ ഗർജനത്തിൻ്റെ ഒപ്പം പുള്ളിപ്പുലി ഏതാണ്ട് 1 വാരയോളം ദൂരം വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. പിന്നെ നിലം തൊടാതെ അതൊരു വിറയിലുമായിട്ട് കുതിച്ചു പാഞ്ഞു. അത് കണ്ണിൽ നിന്നും മറയും മുൻപ് ഞാൻ 2ാമത്തെ ബാരലിൽ നിന്നും വെടിവെച്ചു. സംശയമില്ല, മുറിവേറ്റ ഒരു പുലിയുടെ താഴ്ന്ന മുറുമുറുപ്പ് വീണ്ടും ഉയർന്നു. ആ ശബ്ദം ഇല്ലാതാകും വരെ ഞാൻ കുറച്ച് നിമിഷങ്ങൾ കാത്തിരുന്നു. അന്ന് രാത്രിയിൽ ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യുവാനില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആദ്യം കാലിപ്പാളയത്തിലേക്കും അവിടെ നിന്നും ക്യാമ്പിലേക്കും പോകുവാനായിട്ട് എഴുന്നേറ്റു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഞാനും ബൈരയും പുലിയുമായിട്ട് സംഘടനമുണ്ടായ സ്ഥലത്ത് എത്തിച്ചേർന്നു. മൃഗം എവിടെയാണ് അപ്രത്യക്ഷമായത് എന്നറിയുവാനായിട്ട് ബൈരയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. മൃഗം ഓടിപ്പോയ അടിക്കാടിൻ്റെ ഇലകളിൽ നിന്നും വ്യക്തമായിട്ടും ആരംഭിച്ച രക്തബാധ ബൈര സമർത്ഥമായിട്ട് കണ്ടുപിടിച്ചു. എൻ്റെ ചില LG വെടിയുണ്ടകൾ അവയുടെ ലക്ഷ്യം കണ്ടെത്തിയിരുന്നു. ഇത്തവണ റൈഫിളുമായിട്ട് സായുധനായിട്ട് ഞാനാണ് മുൻപിൽ നടന്നത്. ബൈര എൻ്റെ തൊട്ടു പിന്നിൽ നടന്ന് രക്തബാധ കണ്ടെത്തി. അയാളാണ് എന്നെ നയിക്കുന്നത്.
ഈ നിലയ്ക്ക് പരിസരത്ത് മൃഗമുണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുവാനും അത് ചാർജ് ചെയ്തു വന്നാൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നതും എൻ്റെ മാത്രം ചുമതലയായിരുന്നു. അതേ സമയത്ത് എൻ്റെ പിറകിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തിരുന്ന് ബൈരയ്ക്ക് തൻ്റെ ട്രാക്കിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. ആദ്യത്തെ 100 വാരകൾക്കുള്ളിൽ ഞങ്ങൾ ആ മൃഗം കിടന്ന സ്ഥലത്ത് എത്തി. പുല്ലിനെ മൂടിയ കടും ചുവപ്പ് നിറവും ശരീരത്തിന്റെ അവ്യക്തമായിട്ടുള്ള രൂപവും അവിടെ നിലത്തുണ്ടായിരുന്നു. ഇവിടെ നിന്നും ആ മൃഗം ഒരു ഇടുങ്ങിയ അരുവിയുടെ തീരത്തേക്ക് പിന്മാറിയിരുന്നു. അവിടെ ഇരുവശത്തും കുറ്റിക്കാടുകൾ പടർന്നു പന്തലിച്ചിരുന്നു. അത്തരം പ്രദേശത്തുകൂടി വെടിയേറ്റൊരു മൃഗത്തെ പിന്തുടരുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടാണ്, അതോടൊപ്പം അപകടവും. ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് പോകുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പലയിടത്തു നിന്നു. മുൻപിലുള്ള ഓരോ കുറ്റിച്ചെടിയും ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. ജീവനോടെയുണ്ടോ അതോ ചത്തോ എന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ലാത്ത പുള്ളിയുള്ള ഒരു തോലിന്റെ തിളക്കം കാണുവാനായിട്ട് ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കി. കുറ്റിക്കാടുകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കാട്ടുപുല്ലിന്റെ അടിഭാഗങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. ഭാഗ്യത്തിന് അവിടെ മരങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. ഉള്ള മരങ്ങളുടെ തായ്തടിയുടെയും പാറകളുടെയും പിന്നിലേക്ക് നോക്കി. ഈ വിധത്തിൽ ഞങ്ങൾ താരതമ്യേന കുറച്ച് ചുവടുകൾ മുൻപോട്ട് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മുൻപിലുള്ള നിലത്തെ ഒരു കുഴിയിൽ നിന്നും രോമമുള്ള ഒരു കറുത്ത രൂപം ഉയർന്നു വന്നു. അതിനോട് ചേർന്ന് മേൽപ്പറഞ്ഞ രൂപത്തോട് സമാനമായ ഒരു ചെറിയ മറ്റൊരു രൂപവും പ്രത്യക്ഷപ്പെട്ടു. അതെ, ഞങ്ങൾ ശാന്തമായിട്ട് ഉറങ്ങിക്കിടന്ന ഒരു അമ്മക്കരടിയുടെയും അവളുടെ കുഞ്ഞിൻ്റെയും അടുക്കിലേക്കാണ് ഇടറിയെത്തിയത്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വേരുകൾ അന്വേഷിച്ച് അവൾ ആ അരുവിയുടെ തീരത്തായിട്ട് ഒറ്റ രാത്രി കൊണ്ട് വലിയൊരു കുഴി കുഴിച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നുമാണത് പുറത്തേക്ക് വന്നത്. അവളുടെ നെഞ്ചിലെ വെളുത്ത നിറമുള്ള വി അടയാളം എനിക്ക് വ്യക്തമായിട്ടും കാണാമായിരുന്നു. അവൾ പാതിയോളം നിവർന്ന് പിൻകാലിൽ എഴുന്നേറ്റു. ആദ്യം ആശ്ചര്യവും പിന്നെ തിളക്കമുള്ള അതിൻ്റെ കറുത്ത കണ്ണുകളിൽ രോഷവും പ്രകടമായി. അവൾ വീണ്ടും 4 കാലിൽ താഴേക്ക് കുഴിയിലേക്ക് പോയി. പിന്നെ നേരെ കുതിച്ചു ചാടി ഞങ്ങളുടെ അടുത്തേക്കാണ് വന്നത്. ഞാൻ ധൈര്യസമേതം വിഞ്ചസ്റ്ററിന്റെ ബാരൽ അവളുടെ വായിലേക്ക് കടത്തി. പിന്നെ ട്രിഗർ അമർത്തി. ഒരു വേട്ടക്കാരന്റെ ജീവിതത്തെയും മരണത്തെയും നിർണ്ണയിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഇതാണ്. വിഞ്ചസ്റ്റർ ചതിച്ചു. വെടി പൊട്ടിയില്ല. കരടി കരുത്തുറ്റ താടിയലുകൾ കൊണ്ട് ബാരലിന്റെ അറ്റത്ത് കടിച്ചു പിടിച്ചു. അവളുടെ മുൻപാദത്തിന്റെ ഒരു തട്ടിന് എൻ്റെ കയ്യിൽ നിന്നും തോക്ക് പിടിവിട്ടുപോയി. അത് നിലത്ത് വീഴും മുൻപ് അവളുടെ വായിൽ ഒരു നിമിഷം പരിഹാസ്യമായിട്ട് തൂങ്ങിക്കിടന്നിരുന്നു. പിന്നെ അവളത് പുച്ഛത്തോടെ നിലത്തേക്കെറിഞ്ഞു. ഞാൻ പുറകോട്ടും മറിഞ്ഞു വീണു. കരടി അവളുടെ പിൻകാലുകളിലേക്ക് ഉയർന്നു വന്ന് എൻ്റെ മുഖത്തെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങി. ഈ മൃഗങ്ങൾ എല്ലായ്പ്പോഴും ആദ്യം ആക്രമിക്കുന്ന ഭാഗമാണിത്. ആ സമയത്താണ് ഭൈര ആരും ചെയ്യാത്തൊരു ത്യാഗം ചെയ്തത്. എൻ്റെയും രോഷാകുലയായിട്ടുള്ള അമ്മക്കരടിയുടെയും ഇടയിലേക്ക് ചടുലമായിട്ട് അയാൾ പാഞ്ഞു വന്നു. പിന്നെ അവൻ കരടിയുടെ തുടർന്നുള്ള ആക്രമണം വഴിതിരിച്ചു വിടുവാനായിട്ട് പരമാവധി ഒച്ച വെച്ചു. അതിൻ്റെ ശ്രദ്ധ അവൻ്റെ നേരെ തിരിക്കുന്നിടത്തോളം അവൻ ഒച്ചയുണ്ടാക്കി. അപ്പോൾ തൽക്കാലത്തേക്ക് കരടി എൻ്റെ കാര്യം വിസ്മരിച്ചു. ബൈരയുടെ തല കുനിഞ്ഞതും കരടി തൻ്റെ ഉളിപ്പല്ലുകൾ അവൻ്റെ വലതു തോളിൽ ആഴ്ത്തി. അതിൻ്റെ മുൻകാലുകളിലെ നീണ്ട നഖങ്ങൾ അവൻ്റെ നെഞ്ചും നെഞ്ചിൻ്റെ വശങ്ങളും മുതുകുമടക്കം കീറിപ്പിളർന്നു. കരടി അവൻ്റെ മുകളിലും ബൈര താഴെയുമായിട്ട് നിലത്തേക്ക് വീണു. അതേസമയം എങ്ങനെയോ ഉരുണ്ടു പിരണ്ട് ഞാൻ അല്പം മാറിക്കിടക്കുന്ന റൈഫിളിന്റെ നേരെ കുതിച്ചു. മിസ്ഫയർ ചെയ്ത കാർട്രിഡ്ജ് പുറന്തള്ളുവാൻ അണ്ടർ ലിവർ പ്രവർത്തിപ്പിക്കുമ്പോൾ വീഴ്ചയുടെ ശക്തിയിൽ റൈഫിളിന്റെ പ്രവർത്തനം നിന്നു പോയോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ്. കരടി അതേ സമയത്തും ക്രൂരമായിട്ട് മുരളുന്നുണ്ട്. ബൈരയാകട്ടെ വേദനയോടെ നിലവിളിക്കുന്നു. ഇടറിക്കൊണ്ട് മുൻപോട്ട് ആഞ്ഞു വന്ന് റൈഫിൾ ഒരു വടി പോലെ പിടിച്ചുകൊണ്ട് ആ മൃഗത്തിന്റെ തലയുടെ പിൻഭാഗത്ത് എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാൻ റൈഫിളിന്റെ ബട്ട് കൊണ്ട് ആഞ്ഞിടിച്ചു. ഭാഗ്യത്തിന് എൻ്റെ പ്രവൃത്തി ലക്ഷ്യം കണ്ടു. ആ ഇടിയോടെ കരടി ബൈരയെ വിട്ടയച്ചു. എന്നാൽ അത് മിന്നൽ പോലെ വെട്ടിത്തിരിഞ്ഞ് വീണ്ടും റൈഫിളിൽ കടിച്ചു പിടിച്ചു. അതോടെ ആയുധത്തിൽ നിന്നും രണ്ടാമതും എൻ്റെ പിടിവിട്ടുപോയി. കരടി തോക്കിന്റെ പാത്തിയിൽ അത് ശക്തമായിട്ട് കടിക്കുവാൻ തുടങ്ങി. ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടായി. ഈ സമയം അത്രയും ആ കുട്ടിക്കരടി ആശ്ചര്യത്തോടെയും ഭയത്തോടെയും ഒരു സാക്ഷിയായിട്ട് അമ്മക്കരടിയുടെ പിന്നിലുണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടമായപ്പോൾ അത് വല്ലാതെ ഭയന്നുപോയി. കുട്ടിക്കരടിയെ തുടർച്ചയായിട്ട് ചെറിയ മുരളിന്റെയും കരച്ചിലിന്റെയും ഒരു പരമ്പര തന്നെ പുറപ്പെടുവിച്ചു. അതേ സമയത്ത് ഒരു മാജിക്ക എന്ന പോലെ ദേഷ്യക്കാരിയായിട്ടുള്ള അമ്മക്കരടിയുടെ ശ്രദ്ധ തന്റെ കുഞ്ഞിന് നേർക്ക് തിരിഞ്ഞു. അവൾ റൈഫിളും ഉപേക്ഷിച്ച് അതിന്റെ അരികിലേക്ക് ഓടി. കുഞ്ഞിന് കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കുവാൻ അവൾ അതിനെ തുടർച്ചയായിട്ട് മണത്തു. ആ സമയത്ത് ഭയാനകമായിട്ടുള്ള ഈ രംഗത്തിൽ നിന്നും ആശ്വാസം കിട്ടിയതുപോലെ കുട്ടിക്കരടിയിൽ നിന്നും ചില ചെറിയ മുരളിലുകൾ ഉയർന്നു. അതേ തുടർന്ന് അമ്മക്കരടിയും കുഞ്ഞും ആ രംഗത്തേക്ക് വന്നതുപോലെ നൊടിയിടയിൽ അവിടെ നിന്നും അപ്രത്യക്ഷരായി. എന്നാൽ ഈ ആഘാതത്തിൽ നിന്നും കരകയറുവാനായിട്ട് എനിക്ക് ദിവസങ്ങളാണ് വേണ്ടി വന്നത്. അതേ സമയത്ത് ബൈരയുടെ കൈകളിൽ നിന്നും മുട്ടുകളിൽ നിന്നും ധാരധാരയായിട്ട് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ അസഹ്യമായിട്ടുള്ള വേദന അനുഭവിക്കുകയാണ്. ഞാൻ വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ എൻ്റെ കോട്ടും ഷർട്ടും അഴിച്ചു മാറ്റി ഷർട്ട് സ്ട്രിപ്പുകളായിട്ട് വലിച്ചു കീറി. കൂടുതൽ ഗുരുതരമായിട്ടുള്ള മുറിവുകൾ മുറുക്കി കെട്ടുവാനും അതുവഴി അമിതമായിട്ടുള്ള രക്തസ്രാവം തടയുവാനും ശ്രമിച്ചു. പിന്നെ അവനെ എൻ്റെ പുറത്ത് വലിച്ചു കയറ്റി.
അതോടൊപ്പം കേടായിട്ടുള്ള റൈഫിളും എടുത്തുകൊണ്ട് കാലിപ്പാളയത്തിലേക്ക് വേച്ച് നീങ്ങി. അവിടെ എത്തിയതും ഞാൻ അവനെ ഒരു ചാർപ്പോയിൽ കിടത്തി. 4 ഇടയന്മാർ അവനെ ചുമന്നുകൊണ്ട് എന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ഞാൻ അസംസ്കൃതമായിട്ടുള്ള അയോഡിൻ അവന്റെ മുറിവുകളിലേക്ക് കോരി ഒഴിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ കാർ 15 മൈൽ അകലെയുള്ള പെന്നഗ്രാം ഗ്രാമത്തിലേക്ക് കുതിച്ചു. അവിടെയുള്ള ഡിസ്പെൻസറിയിൽ വെച്ച് ബൈരയ്ക്ക് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകി. അപ്പോഴേക്കും ആ പാവം രക്തം നഷ്ടപ്പെട്ട് ബോധരഹിതനായിരുന്നു. അവനെ കാറിലേക്ക് വീണ്ടും കയറ്റി. ആ പ്രദേശത്ത് ഒരു ഫസ്റ്റ് ക്ലാസ് ആശുപത്രി ഉണ്ടായിരുന്നത് സേലം പട്ടണത്തിലാണ്. അവിടേക്ക് എത്തുവാനുള്ള 61 മൈൽ ദൂരം റെക്കോർഡ് സമയത്തിന്റെ ഉള്ളിൽ ഞാൻ പിന്നിട്ടു. ആ കാലഘട്ടത്തിൽ പെൻസിലിൻ കണ്ടുപിടിച്ചിരുന്നില്ല. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അവൻ കിടക്കുമ്പോൾ ഞാൻ അവന്റെ അരികിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ബൈര ആശുപത്രിയിൽ ചെലവഴിച്ച ആദ്യത്തെ ആഴ്ച വളരെയേറെ ഉത്കണ്ഠ നിറഞ്ഞ സമയമായിരുന്നു. എന്നാൽ അവന്റെ ആരോഗ്യ ദൃഢമായിട്ടുള്ള ശരീരഘടന ഒടുവിൽ വിജയിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞത് ബൈര തീർച്ചയായിട്ടും അപകടനില തരണം ചെയ്തുവെന്നാണ്. അതേ സമയത്ത് ബൈരയുടെ ഭാര്യയും മക്കളും പെന്നഗ്രാമിലേക്ക് വരികയും വാർത്തകൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുമുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ പെന്നഗ്രാമിലേക്ക് മടങ്ങുകയും അവർക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു. ഈ സംഭവങ്ങൾ മൂലം ഞാൻ ആ പുള്ളിപ്പുലിയുടെ കാര്യം തന്നെ മറന്നുപോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൽവാടിയിലെ ഇടയന്മാർ എനിക്ക് ആ പുള്ളിപ്പുലിയുടെ പുഴുവരിച്ച തൊലി സമ്മാനമായിട്ട് നൽകി. അതാകട്ടെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ദൂരെ വാനത്തിൽ കഴുകന്മാർ പറക്കുന്നത് തൽവാടിയിലെ കാലിപ്പാളയത്തിലെ ചില ഇടയന്മാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അവർ അന്വേഷണം തുടങ്ങി. അപ്പോൾ കരടിയുമായിട്ട് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും 200 വാരകൾക്കുള്ളിലായിട്ട് അവർ ആ പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തി. ഈ പുലി അസാധാരണമായിട്ടുള്ള വലിപ്പമുള്ള ഒന്നായിരുന്നു. പക്ഷേ എന്തു ചെയ്യുവാനാണ്? ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ചർമ്മം ഇതിനോടകം പുഴു തിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കുവാനും കഴിയില്ല. വൈകാതെ ഞാൻ സേലത്തേക്ക് മടങ്ങിയെത്തി. ബൈരയുടെ ചികിത്സയ്ക്കും ചെലവുകൾക്കും മുത്തൂരിലെ വാസസ്ഥലത്തേക്ക് അവന് മടങ്ങുവാനും വേണ്ട പണം കൊടുത്തു. എങ്കിലും 2 മാസത്തിലേറെ വേണ്ടി വന്നു അവന് വീട്ടിലേക്ക് മടങ്ങുവാൻ. പരിക്ക് പറ്റിയ പേശികളുടെ ചുരുങ്ങൽ കാരണം അവൻ്റെ വലത് കാലിന് ചെറിയൊരു ചട്ടുണ്ടായി. ആ ദാരുണമായിട്ടുള്ള ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം അവൻ്റെ ശരീരത്തിൽ ഒരിക്കലും മായാത്ത നിരവധി മുറിപ്പാടുകൾ അവശേഷിച്ചിരുന്നു. എൻ്റെ റൈഫിളിന് ഒരു പുതിയ സ്റ്റോക്ക് വാങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ബാരലിൻ്റെ അറ്റത്തു നിന്നും 6 ഇഞ്ച് അകലം വിട്ട് ആ കരടിയുടെ പല്ലുകളുടെ അടയാളങ്ങൾ വ്യക്തമായിട്ടും കാണാമായിരുന്നു. അങ്ങനെയാണ് ബൈരയും ഞാനും തമ്മിൽ സഹോദരതുല്യമായ രക്തബന്ധമുണ്ടായ ആ സാഹസം അവസാനിച്ചത്. അവൻ്റെ ത്യാഗം മഹനീയമായിരുന്നു. ഇതിലും വലിയൊരു സഹോദര സ്നേഹം ഒരു മനുഷ്യനിലും കാണുവാൻ കഴിയില്ല. അവൻ തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടാണ് അന്ന് ആ കരടിയുടെ മുൻപിലേക്ക് ഓടിക്കയറിയത്. ബൈര, എൻ്റെ പൂജാരി എന്ന കഥയുടെ 1ാമത്തെ പാർട്ട് ഇവിടെ തീരുകയാണ്. 2ാമത്തെ ഭാഗം ഉടൻ വരും. ഇതിലും മികച്ച സാഹസങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്.